Hello, in this section we are discussing about the Mediterranean region's human and economic life. Human life, topography and distribution of population are intimately related. Lowlands generally have large concentration, while some hilly regions also have dense population. The woodlands of Mediterranean basin occupied for thousands of years have high density of population. Population has increased sharply in California. 90% of population of Chile resides in this section only. മറ്റ് ചില റീജിയൻസിനെ അപേക്ഷിച്ച് എസ്പെഷ്യലി ഡെസേർട്ട് റീജിയൻ, സവാന റീജിയൻ, ട്രോപ്പിക്കൽ ഇക്വറ്റോറിയൽ റീജിയനൊക്കെ അപേക്ഷിച്ച് ഡെൻസ് പോപ്പുലേഷൻ ഉള്ള ഒരു റീജിയനാണ് മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫി അവിടുത്തെ പോപ്പുലേഷനെ ബാധിക്കും എന്നതിന് ഉദാഹരണങ്ങളാണ് ഈ എല്ലാ റീജിയൻസും. മെഡിറ്ററേനിയൻ റീജിയനിലോട്ട് വരുമ്പോൾ ലോ ലാൻഡ്സിൽ അല്ലെങ്കിൽ ലെവൽ ലാൻഡ്സിൽ ഹൈ ലെവൽ ഓഫ് പോപ്പുലേഷൻ കാണുന്നുണ്ട്, ഹൈ ഡെൻസിറ്റി കാണുന്നുണ്ട്. ചില ഹില്ലി റീജിയൻസിലും ഡെൻസ് പോപ്പുലേഷൻ കാണുന്നുണ്ട്. ഇനി മെഡിറ്ററേനിയൻ ബേസിൻ്റെ പുരാതനമായിട്ടുള്ള ലാൻഡ്സ്, അതായത് മെഡിറ്ററേനിയൻ ചുറ്റളവുള്ള ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ, അതായത് റോമൻ സിവിലൈസേഷനും ഒക്കെ ഗ്രീക്ക് സിവിലൈസേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോപ്പുലേഷൻ കാലിഫോർണിയയിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു ഓരോ കാലം കഴിയുമ്പോഴും. കാലിഫോർണിയ മെഡിറ്ററേനിയൻ റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ വരുമ്പോഴത്തേക്കും ചില്ലിയുടെ പോപ്പുലേഷൻ്റെ 90% ലൊക്കേറ്റ് ചെയ്യുന്നത് മെഡിറ്ററേനിയൻ റീജിയനിലാണ്. അഗ്രികൾച്ചർ. Mediterranean region is unique because it is a mixture of diverse biocultural activities, both animal husbandry and crop farming, that has developed in 5 major world regions. മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മിക്സ്ഡ് ആയിട്ടൊരു അഗ്രികൾച്ചറാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ആനിമൽ ഹസ്ബൻഡറിയും ക്രോപ്പ് ഫാമിങ്ങും രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ബയോ കൾച്ചറൽ ആക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ. മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ 5 പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറയുന്നത് ലോകത്ത് 5 പ്രദേശങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അവിടെ എല്ലാം തന്നെ അഗ്രികൾച്ചറും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലാർജസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ എൻസർക്കിൾ ചെയ്ത് വരുന്ന പോർഷനാണ്, അതായത് മെഡിറ്ററേനിയൻ ബേസിനാണ്. അതിൽ വരുന്ന രാജ്യങ്ങൾ ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, അൾജീരിയ, മൊറോക്കോ, ടർക്കി, ടുണീഷ്യ, ഇസ്രായേൽ, നോർത്തേൺ നൈൽ വാലി തുടങ്ങിയവയാണ്. രണ്ടാമത് USA കാലിഫോർണിയ, സൗത്ത് അമേരിക്കയിൽ വരുന്നതിന് സെൻട്രൽ ചിലി പോർഷൻ, ദെൻ സൗത്ത് ആഫ്രിക്ക വരുന്നെങ്കിൽ അതിൻ്റെ സദേൺ പാർട്ട് കേപ്പ് ടൗൺ അടുത്തുള്ള പോർഷൻ, ദെൻ സൗത്ത് ഓസ്ട്രേലിയയിൽ വരുന്നെങ്കിൽ ലോവർ മുറേ ഡാർലിംഗ് ബേസിൻ. Characteristics of Mediterranean agriculture. Mediterranean agriculture പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The natural setting that lends itself to the Mediterranean agriculture is distinguished by erratic rainfall, mild temperature, irregular topography, and nearness to large water bodies. മെഡിറ്ററേനിയൻ റീജിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പോഗ്രഫി വളരെ ഇറഗുലർ ആയിട്ട് റഗ്ഡാണ്, ഒപ്പം തന്നെ വാട്ടർ ബോഡീസിന് നിയർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 പ്രത്യേകതകളും ഒപ്പം തന്നെ ക്ലൈമറ്റിക് പാരാമീറ്റേഴ്സായ ഇറാറ്റിക് റെയിൻഫോൾ, ഇറഗുലർ ആയിട്ടുള്ള റെയിൻഫോളും അതുപോലെ മൈൽഡ് ടെമ്പറേച്ചറും അവിടുത്തെ അഗ്രികൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത നോക്കാം. The farming is intensive, highly specialized and varied in kinds of crops raised. Intensity ഫാമിംഗ് അല്ലെങ്കിൽ ഇൻറ്റൻസീവ് ഫാമിംഗ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്രോപ്പ് ആയിരിക്കും കൂടുതൽ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഒക്കെ സൈഡ് ബൈ സൈഡ് വിത്ത്, ഇതിനൊപ്പം തന്നെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അന്നന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കൃഷി ചെയ്യുന്ന രീതിയും അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. മെനി ക്രോപ്സ് സച്ച് as wheat, barley, vegetables are raised for commercial farming, domestic consumption, while others like citrus, fruits, olive and grapes are mainly for export. വീറ്റ്, ബാർലി, വെജിറ്റബിൾസ് തുടങ്ങിയ ക്രോപ്സ് കമേഴ്ഷ്യൽ ഫാമിങ്ങിന് ഒപ്പം തന്നെ ഡൊമസ്റ്റിക് കൺസംഷന് വേണ്ടിയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സും ഒലിവും ഗ്രേപ്സും ഒക്കെ പ്രധാനമായിട്ടും എക്സ്പോർട്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ദ മെഡിറ്ററേനിയൻ ലാൻഡ് ഈസ് ഓൾസോ നോൺ as orchard lands of the world. The land use in these areas is dependent on such factors as the total amount of rainfall, length of summer drought, availability of melting snow, local soil conditions, and price fluctuations in local and world market.
മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിന് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് അവിടെ ലഭിക്കുന്ന മഴയുടെ അളവ് എത്രയാണ്, ഡ്രോട്ടിൻ്റെ ലെന്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ മെൽറ്റിംഗ് ഐസിൻ്റെ സ്നോയുടെ അവൈലബിലിറ്റി എങ്ങനെയാണ്, സോയിൽ കണ്ടീഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റിലും ലോക്കൽ മാർക്കറ്റിലും വരുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് തുടങ്ങിയവയാണ്. ദ ഫോർ മെയിൻ ആസ്പെക്ട്സ് ഓഫ് മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ ആ പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിൽ 4 ഘടകങ്ങളാണുള്ളത്, 4 രീതിയിലുള്ള അഗ്രികൾച്ചറാണ് അവിടെ ഉള്ളത്. ഓർച്ചാർഡ് ഫാമിംഗ്, വിറ്റികൾച്ചർ, cereal and vegetable cultivation, and limited animal husbandry. First one, orchard farming. The Mediterranean land is known as the world's orchard lands. It represents a highly specialized commercial agriculture here. The world supply of citrus fruits, olives, figs come almost exclusively from Mediterranean lands. ലോകത്തിൻ്റെ ഓർച്ചാർഡ് ലാൻഡ് എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ ലാൻഡ്സ് ആണ്. കമേഴ്ഷ്യൽ അഗ്രികൾച്ചർ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ കൂടിയാണ് മെഡിറ്ററേനിയൻ റീജിയൻ എന്ന് പറയുന്നത്. വേൾഡിലെ ഏറ്റവും കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സും ഒലിവ്സും ഫിഗ്സും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് മെഡിറ്ററേനിയൻ റീജിയനാണ്. വൈഡ് റേഞ്ച് ഓഫ് സിട്രസ് ഫ്രൂട്ട്സ് സച്ച് ആസ് ഓറഞ്ച്, ലെമൺ, ലൈം, സിട്രോൺസ്, ഗ്രേപ്പ് ഫ്രൂട്ട് ആർ ഗ്രോൺ. ഒത്തിരി സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ചും ലെമണും ലൈമും സിട്രോൺസും ഗ്രേപ്പ് ഫ്രൂട്ടും ഒക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. The fruit trees have long roots to draw water from considerable depth during the long summer drought. ഇവിടുത്തെ ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള റൂട്ട്സ് ആണുണ്ട്. കാരണം എക്സ്ട്രീം ആയിട്ടുള്ള സമ്മറിൽ വെള്ളം വളരെ ആഴത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂട്ട്സ് ഇവിടുത്തെ ട്രീസിനുണ്ട്. The thick leathery skin of citrus fruits prevent excessive ട്രാൻസ്പിറേഷൻ. ഇനി മറ്റൊരു പ്രത്യേകത, ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇലകൾ അതുപോലെ തന്നെ അതിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് വളരെ ലെതറിയാണ്, തിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അതുവഴി അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദ ലോങ് സണ്ണി സമ്മർ എനേബിൾസ് ദ ഫ്രൂട്ട്സ് ടു ബി റൈപ്പൺ ആൻഡ് ഹാർവെസ്റ്റഡ്. ഒത്തിരി നീളമുള്ള സണ്ണി സമ്മേഴ്സ്, അതായത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ പഴങ്ങൾ റൈപ്പൺ ചെയ്യുകയും ഹാർവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ദ മെഡിറ്ററേനിയൻ ലാൻഡ്സ് അക്കൗണ്ട് 70% ഓഫ് ദ വേൾഡ്സ് എക്സ്പോർട്ട് ഓഫ് സിട്രസ് ഫ്രൂട്ട്സ്. ലോകത്തിലുള്ള ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 70% വരുന്നത് മെഡിറ്ററേനിയൻ റീജിയനിൽ നിന്നാണ്. The olive tree is probably the most typical of all Mediterranean cultivated vegetation. Olive oil extracted is a valuable source of cooking oil in a region deficient in animal fat. മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒലിവ് ട്രീ ആണ്. ഒലിവാണ് ഈ കാണുന്നത്. ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് ഓയിലായിട്ട്, പ്രത്യേകിച്ച് ആനിമൽ ഫാറ്റ് കിട്ടാത്ത ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള റീജിയൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അത് വളരെയധികം വാല്യുബിൾ ആയിട്ടൊരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇനി ഒലിവിനെ കൂടാതെ മറ്റ് നട്ട് ട്രീസ് ആയ ചെസ്റ്റ്നട്ട്സ്, ഇത് ചെസ്റ്റ്നട്ട് ആണ്, വാൾനട്ട്സ്, ഹേസൽനട്ട്സ്, ഇത് ഹേസൽനട്ട്സ് ആണ്, ആൽമണ്ട് ഒക്കെ തുടങ്ങിയവ ഇവിടെ വളർത്തുന്നുണ്ട്. പിന്നെ ഈ നട്ട്സിൽ നിന്ന് ഫ്രൂട്ട്സ് പിക്ക് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ചോക്ലേറ്റ് ഇൻഡസ്ട്രിക്കും ഈ നട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. മെഡിറ്ററേനിയൻ റീജിയനിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഫ്രൂട്ട് കൾച്ചർ പുരാതന കാലം തൊട്ടേ അവിടെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ചും ലെമണും ഗ്രേപ്പ് ഫ്രൂട്ട്സും ഒലിവും ഫിക്സും ഒക്കെ ഇവിടെ ധാരാളമായിട്ട് വളരുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രത്യേകത നേരത്തെ പറഞ്ഞു, ലോങ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ തിക്കായിട്ടുള്ള സ്കിന്നും ഫോളിയേജസും ഒക്കെയുണ്ട്. അതായത് ആ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അതായത് അവിടുത്തെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് 15 മുതൽ 25 ഇഞ്ചിനും ഇടയിലാണ്. സമ്മർ ഡ്രോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 6 മാസം വരെ നീണ്ടു നിൽക്കുക. അപ്പോൾ ഇതിനെ രണ്ടിനെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീസ് ആണ് സിട്രസ് ഫ്രൂട്ട്സും ഒലിവും ഫിഗും ഒക്കെ. ഇനി ഇവിടുത്തെ ഫ്രൂട്ട്സിന്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. ഫ്രൂട്ട്സ് ആർ സംടൈംസ് raised on unirrigated ground and draw their moisture supply from deep in the soil. ചില സമയത്ത് അൺഇറിഗേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ ഈ ഒരു ഫ്രൂട്ട്സിനെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അത് വളരെ ഡീപ്പായിട്ടുള്ള അതിൻ്റെ റൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചർ വളരെ ഡെപ്തിൽ നിന്ന് അത് വലിച്ചെടുക്കാറുണ്ട്. ഇനി ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇറിഗേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കാലിഫോർണിയ, ഇസ്രായേൽ, പിന്നെ ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലിയുടെ പാർട്സിലൊക്കെ ഇറിഗേഷനും ഉണ്ട്. Oils and figs are indigenous to Mediterranean region and can survive even on thin calcareous soil with very little precipitation. ഈ മെഡിറ്ററേനിയൻ റീജിയനിൽ തന്നെ
ഇൻഡിജിനസ് ആയിട്ട് കാണപ്പെട്ട രണ്ട് ട്രീസ് ആണ് ഒലിവും ഫിഗും എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ തിന്നായിട്ടുള്ള കാൽക്കേരിയസ് സോയിൽ പോലും, അതായത് വളരെ പ്രസിപ്പിറ്റേഷൻ കുറവായിട്ടുള്ള റീജിയനിൽ പോലും സർവേ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ട്രീസ് ആണ് ഒലിവും ഫിഗും. ഓർച്ചാർഡ് ഫാമിങ്ങിന്റെ ഒരു പിക്ചറാണ്. വിറ്റികൾച്ചർ മെഡിറ്ററേനിയൻ ഒക്കുപേഷന്റെ ഒരു ട്രഡീഷണൽ രീതിയാണ് വിറ്റികൾച്ചർ എന്ന് പറയുന്നത്. വിറ്റികൾച്ചറിന്റെ ഒരു പ്രത്യേകത വളരെ ഇന്റൻസീവ് ആയിട്ട് ഉള്ളൊരു കൃഷി രീതിയാണ്. അതിന് ഗുഡ് കണ്ടീഷൻസ് ആയിട്ടുള്ള മോയ്സ്ചറും ടെമ്പറേച്ചറും സോയിലും മാത്രമല്ല ആവശ്യം, നല്ല പേഴ്സണൽ കെയർ കൂടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ഗ്രേപ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേൾഡിൽ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈനിന്റെ ഒരു 80% വരുന്നത് മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുമുള്ള ഭാഗത്ത് നിന്നാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വളരെ ലോങ് ആയിട്ടുള്ള സണ്ണി സമ്മർ ആണ് ഗ്രേപ്സിനെ റൈപ്പൺ ചെയ്യാൻ സഹായിക്കുന്നത്. മെഡിറ്ററേനിയൻ ലാൻഡ്സിൽ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ വളർത്തുന്ന ഗ്രേപ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിൻറ്റീവ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആണ്. അതിൽ നിന്നുള്ള ഉണ്ടാകുന്ന വൈൻസിന് ഓരോരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. സദേൺ സ്പെയിനിൽ നിന്നുള്ള വൈന് ഷെറി എന്നാണ് വിളിക്കുന്നത്. ഇനി വെസ്റ്റേൺ പോർച്ചുഗലിൽ നിന്നുള്ളതാണെങ്കിൽ പോട്ട് വൈൻ എന്നാണ്. ഇറ്റലിയിലെ സിസിലിയിൽ നിന്നുള്ളതാണെങ്കിൽ മർസാല എന്നാണ്. ടസ്കാനിയിൽ നിന്നുള്ളതാണെങ്കിൽ ആൻറ്റി എന്നാണ് എന്നെ വിളിക്കുന്നത്. ദെൻ പീഡ്മൺ ഡിസ്ട്രിക്റ്റ് നോർത്തേൺ ഇറ്റലിയിൽ നിന്നുള്ളതിനാണെങ്കിൽ അസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ റിലീഫ്, ക്ലൈമറ്റ്, സോയിൽ, പിന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് വൈന് ഫ്ലേവർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പിന്നെ വൈനിൻ്റെ ഒരു വകഭേദം എന്ന് പറയുന്നത് ഷാമ്പൈൻ ആണ്. അത് വരുന്നത് പാരീസ് ബേസിനിൽ നിന്നാണ്. അടുത്തുള്ളത് ബർഗണ്ടിയാണ്. അത് വരുന്നത് കോസ്റ്റിഡോർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. ബ്രാൻഡി, ബർസാക്, ബോഡിയോസ് ഇതൊക്കെ വരുന്നത് വെസ്റ്റേൺ ഫ്രാൻസിൽ നിന്നാണ്. ഈ വൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത്രത്തോളം ഫേമസ് ആകാത്ത മെഡിറ്ററേനിയൻ ലാൻഡ്സും ഉണ്ട്. അതിന് ഉദാഹരണം ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക തുടങ്ങിയവയാണ്. മെഡിറ്ററേനിയൻ റീജിയനിൽ ഗ്രേപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. Cereal and vegetable cultivation. മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ക്രോപ്സ് ആണ് സിറിൽസും അതുപോലെ തന്നെ വെജിറ്റബിൾസും. സിറിൽസിൽ വീറ്റ്, പ്രത്യേകിച്ച് ഹാർഡ് വിൻറ്റർ വീറ്റ് ആണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഇനി പൂറർ ആയിട്ടുള്ള ഏരിയാസിൽ ബാർലിയും കൃഷി ചെയ്യുന്നുണ്ട്. In most Mediterranean countries, cereals often occupy about half the total cultivated acreage and provide enough grain for home consumption. മിക്കവാറും എല്ലാ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലും അവിടെ രാജ്യത്തിന്റെ കൃഷിഭൂമിയുടെ പകുതി ഭാഗത്ത് അവർ കൃഷി ചെയ്യുന്നത് സിറിൽസ് ആണ്. മാത്രമല്ല അവിടെ ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ഗ്രെയിൻസ് എല്ലാം അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുമുണ്ട്. The warm and sunny Mediterranean climate allows a wide range of other food crops and green vegetables to be harvested. വളരെ വാമായിട്ടുള്ള സണ്ണി മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് മറ്റു ഫുഡ് ക്രോപ്സിനൊപ്പം തന്നെ ഗ്രീൻ വെജിറ്റബിൾസിനെയും കൃഷി ചെയ്യാനും ഹാർവെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ബീൻസ്, ലെൻറ്റിൽസ്, ഓണിയൻസ്, ടൊമാറ്റോസ്, ക്യാരറ്റ്, ഷുഗർ ബീറ്റ്, ഒപ്പം തന്നെ ലീഫി വെജിറ്റബിൾസുമാണ്. The seeds are sown in autumn when the showers come and cultivation continues in the following year, maintaining a constant supply to the urban market. സീഡ് പ്രധാനമായിട്ടും വിതയ്ക്കുന്നത് ഓട്ടം സീസണിലാണ്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൾട്ടിവേഷനാണ് നടക്കുന്നത്. ലാസ്റ്റ് അത് അർബൻ മാർക്കറ്റ്സിലാണ് സപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റഡ് ആനിമൽ ഹസ്ബൻഡറി. ലിമിറ്റഡ് ആനിമൽ ഹസ്ബൻഡറി ആണ് മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആനിമൽ ഹസ്ബൻഡറി വളരെ കുറവാകാൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാസ് ലാൻഡ്സ് വളരെ കുറവാണ്. അപ്പോൾ ഗ്രാസ് ലാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കാറ്റിൽസിന് സർവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആനിമൽ ഹസ്ബൻഡറി വളരെ ലിമിറ്റഡ് ആണ്. ഇനി കുറച്ചുകൂടെ വ്യാപകമായി കാണുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ലംബാർഡി പ്ലെയിൻ, ബ്രോ ബേസിൻ, സാൻ ജോഗൻ വാലി ഓഫ് കാലിഫോർണിയ തുടങ്ങിയവയാണ്. ഇൻ മൗണ്ടനസ് ഏരിയ ട്രാൻസ്ഹ്യൂമൻസ് ഈസ് പ്രാക്ടീസ്. ഈ മൗണ്ടനസ് ഏരിയാസിൽ ഇപ്പോഴും അവിടെ ട്രാൻസ്ഹ്യൂമൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് അവർ കാറ്റിൽസിനെ സമ്മർ സീസണിൽ അവർ മൗണ്ടൻ്റെ മുകളിൽ എത്തിക്കുകയും തിരിച്ച് വിൻ്റർ സീസൺ ആകുമ്പോൾ താഴെ എത്തിക്കുന്നതും രീതി, അത് ട്രാൻസ്ഹ്യൂമൻസ് ഇപ്പോഴും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ മെഡിറ്ററേനിയൻ അഗ്രികൾച്ചറിന്റെ സവിശേഷതകൾ ഒന്ന് ചുരുക്കത്തിൽ പറയാം. ഒന്നാമത്തെ പ്രത്യേകത ഒലിവ് സിട്രസ് വൈനാണ് പ്രധാനമായിട്ടും അവിടെ കൃഷി ചെയ്യുന്നത്. ഒപ്പം തന്നെ വീറ്റും ബാർലിയും ബീൻസും നട്ട്സും വെജിറ്റബിൾസും ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ എല്ലാം തന്നെ അവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. കമേഴ്ഷ്യൽ അഗ്രികൾച്ചറും ഒപ്പം ഡയറിങ്ങും അവിടെ പുതുതായിട്ട് സെറ്റിൽ ചെയ്ത ലാൻഡ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വീറ്റും ഗ്രേപ്സും ഒക്കെ
ഒരുപാട് ഏരിയാസിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒത്തിരി ക്വാണ്ടിറ്റീസ് ഓഫ് വൈനും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആഫ്രിക്കയുടെ കേപ്പ് ടൗൺ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ഗ്രോയിങ് ഏരിയ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഓറഞ്ച് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് US കാലിഫോർണിയൻ റീജിയൻ ആണ്. ഇനി ഓസ്ട്രേലിയൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വീറ്റ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഷീപ്പ് റെയറിങ്ങുമാണ്. മെഡിറ്ററേനിയൻ റീജിയനിൽ അഗ്രികൾച്ചറിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് മിനറൽ റിസോഴ്സസ് ആണ്. എവിടെയൊക്കെയാണ് മൈൻസ് ഉള്ളതെന്ന് നോക്കാം. ഫ്രാൻസിൽ ബോക്സൈറ്റ് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇറ്റലി എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് മെർക്കുറിയാണ്. അയൺ ഓർ അൾജീരിയയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. കോൾ, മോളിബ്ഡനം, ലഡ്, സിങ്ക് തുടങ്ങിയവ ടർക്കിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സ്പെയിന് കോപ്പർ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഇറ്റലിയിൽ സ്റ്റാറ്റുറിക് മാർബിൾസ് ഓഫ് കറാറ എന്ന് പറയുന്നത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മാർബിൾസ് ആണ്. ഒപ്പം കാലിഫോർണിയയിൽ നിന്ന് പെട്രോളിയം മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. വേൾഡിൽ തന്നെ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ഓയിൽ ഫീൽഡ് കൂടിയാണ് കാലിഫോർണിയ എന്ന് പറയുന്നത്. പിന്നെ ചിലിയിൽ നിന്നും കോപ്പറും നൈട്രേറ്റും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓസ്ട്രേലിയയുടെ ബ്രോക്കൺ ഹിൽ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് സിങ്ക് മൈൻസ് ആണ്. ഇൻഡസ്ട്രീസ് ഓഫ് മെഡിറ്ററേനിയൻ റീജിയൻ, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു റീജിയൻ കൂടിയാണ് മെഡിറ്ററേനിയൻ റീജിയൻ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എന്ന് നോക്കാം. 1. Pressing olives for oil, manufacture of wine and processing and canning of fruits are common industries. ഒന്നാമത്തത് ഒലിവ് ഓയിലിന്റെ പ്രൊഡക്ഷനും രണ്ടാമത്തത് വൈനിന്റെ മാനുഫാക്ചറിങ്ങും ഒപ്പം തന്നെ ഫ്രൂട്ട്സിന്റെ കാനിങ്ങുമാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പെർഫ്യൂം ഇൻഡസ്ട്രിയാണ്. വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ പെർഫ്യൂംസ് വരുന്നത് ഈ ഒരു പ്രദേശത്തു നിന്നാണ്. ഒത്തിരി പെർഫ്യൂം ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് പ്രത്യേകിച്ച് ഫ്രാൻസിൽ അവൈലബിൾ ആണ്. അത് ഒരു ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ലാവൻഡർ, റോസ്മെരി തുടങ്ങിയവയ്ക്ക് അവൈലബിൾ ആണ്. അത് പെർഫ്യൂം ഇൻഡസ്ട്രീസിനെ ഫ്ലറിഷിങ്ങിന് സഹായിച്ചിട്ടുണ്ട്. ദെൻ സർഡൻ കാനറീസ്, സർഡൻ അത് മത്തി, ചാള തുടങ്ങിയ ഒരു മീനിൻ്റെയൊക്കെ ഒരു ഏറ്റവും കൂടുതൽ ഒരു ബേസിൻ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ബേസിനാണ്. പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ മോൺറ്റററി എന്ന് പറഞ്ഞ പ്ലേസ് അറിയപ്പെടുന്നത് തന്നെ സർഡൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. മറ്റു പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹോളിവുഡ് ആണ്. മോഷൻ പിക്ചർ ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടൊരു പ്ലേസ് കൂടെയാണ് ഹോളിവുഡ്. Then finally, the famous cities in the Mediterranean region is Tel Aviv and Haifa in Israel, Santiago and Valparaiso in Chile, Cape Town in South Africa, Adelaide and Perth in Australia, Los Angeles, San Francisco and California in USA.